അയ്ബുകൾ ലോകത്ത് വിളിച്ചറിയിക്കുന്ന ഒരു പ്രത്യേകമായ സംസ്കാരം നമ്മുടെ നാട്ടിൽ കണ്ടുവരികയാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്തി. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു കണ്ണാടി പോലെ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് കാണും. എന്താണ് കണ്ണാടി പോലെ എന്ന് പഠിപ്പിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ആശയങ്ങൾ എല്ലാം വിശദീകരിക്കാൻ കഴിയില്ല, അറിയുകയും ഇല്ല. അറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസിയുടെ കൂട്ടായ്മയെ ഒരു ബിൽഡിങ്ങിനോട് ഉദാഹരിച്ച് പറഞ്ഞത് കാണും, ഒരു ശരീരത്തോട് ഉദാഹരിച്ച് പറഞ്ഞത് കാണും, ഒരു കണ്ണാടിയോട് ഉപമിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് കാണും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ കാണുന്ന കാഴ്ച. നാം ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ കണ്ണാടി നമ്മെ നോക്കുന്നു, നാം കണ്ണാടിയെ നോക്കുന്നു. എന്താണ് നോക്കുന്നത്? ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ബാഹ്യമായ കാഴ്ച. അതാണ് കണ്ണാടി കാണിച്ചു തരുന്നത്, അല്ലേ? നാം ഈ മഞ്ഞപ്പറ്റ ICCയുടെ പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച സമ്മേളനം, ഇതിനു വേണ്ടി പോരാൻ തീരുമാനിച്ച് വസ്ത്രമൊക്കെ മാറ്റി റെഡിയായി നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നു. കണ്ണാടി നോക്കുന്നത് തരീക്കട്ടിൻ്റെ ഉള്ളിൽ തൊപ്പിയുണ്ടോ എന്നല്ല കണ്ണാടി നോക്കുന്നത്, കുപ്പായത്തിനുള്ളിൽ ബനിയനുണ്ടോ എന്നല്ല കണ്ണാടി നോക്കുന്നത്. കണ്ണാടി നോക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യമായ ഭാഗമാണ്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ ബാഹ്യമായ അവൻ്റെ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തേണ്ടത്. ഉള്ളിൻ്റെ ഉള്ള് പരിശോധിക്കാൻ നമ്മെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ കൊലപാതകം നടത്തിയ ആളോ അതല്ലെങ്കിൽ വേറെ ഒരു കുറ്റാരോപണം നടത്തപ്പെട്ട ആളോ അതിന് നിയമിക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ രൂപത്തിലുള്ള ആളുകളും മറ്റുമൊക്കെ നോക്കേണ്ടത് നോക്കും. മറിച്ച് ഒരു സത്യവിശ്വാസി, ഒരു ശരീരം പോലെ സത്യവിശ്വാസികൾ നിലനിൽക്കാൻ അവർ നോക്കേണ്ടത് ബാഹ്യമായ അവരുടെ പ്രവർത്തനങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണാടിക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നാം നമ്മുടെ ശരീരത്തിൻ്റെ മാന്യന്മാർക്കിടയിൽ നാം ഒരാവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ എവിടെയെങ്കിലും പ്രത്യക്ഷത്തിൽ അഴുക്കുണ്ടോ, അയ്ബുണ്ടോ, പോരായ്മകളുണ്ടോ, ഇതൊക്കെയാണ് കണ്ണാടിക്ക് മുമ്പിലുള്ള കാഴ്ച. ഒന്ന്. രണ്ടാമത്തത്, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് കണ്ണാടി നമുക്ക് നൽകുന്ന ഒരു പാഠം? ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി, ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു സഭയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മളൊന്ന് താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്തു, ഒക്കെ ഒന്ന് വെട്ടിയൊക്കെ റെഡിയാക്കി നോക്കുമ്പോൾ ആ തിരക്കിനിടയിൽ നമ്മുടെ മീശ നന്നാക്കുന്ന നേരത്ത് ഒരു ഭാഗമേ നന്നാക്കിയിട്ടുള്ളൂ, മറ്റത് അവിടെ തന്നെ കിടപ്പുണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ വന്നിങ്ങനെ നിന്നപ്പോൾ കണ്ണാടി നമുക്ക് നൽകുന്നു, പോകാനായിട്ടില്ല, മറ്റേ ഭാഗവും കൂടി നന്നാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ എൻ്റെ അയ്ബ് എന്നെ ബോധ്യപ്പെടുത്തി തരുന്നു കണ്ണാടി. കണ്ണാടിക്കുള്ളൊരു വലിയ ഗുണം അതാണ്. എൻ്റെ അയ്ബ് എന്നെ ബോധ്യപ്പെടുത്തി തരും. എങ്ങനെ? കോലാഹലമായി ഒച്ചപ്പാടുണ്ടാക്കിയിട്ടല്ല, അത് 16 ആളുകളെ അറിയിച്ചിട്ടല്ല, നിശബ്ദമായി എൻ്റെ അയ്ബ് എന്നെ ബോധ്യപ്പെടുത്തി തരും. ഒരു സഹോദരൻ, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് ചെയ്യേണ്ടത് കണ്ണാടി പോലെ. മൂന്നാമത്തെ ഒരു കാര്യം അതെന്താണ്? കണ്ണാടി എൻ്റെ അയ്ബ് എനിക്ക് കാണിച്ചു തന്നു, ഞാൻ അങ്ങോട്ട് മാറി, ഞാനത് നന്നാക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് ഹംസ ഉസ്താദ് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ അങ്ങോട്ട് മാറി, ഹംസ ഉസ്താദ് കണ്ണാടി അടുക്കൽ വന്നപ്പോൾ കണ്ണാടി എന്നെ അല്ല അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്, അദ്ദേഹത്തെയാണ്. കണ്ണാടിയുടെ മുമ്പിൽ ഹംസ ഉസ്താദ് വന്നപ്പോൾ ഇപ്പോൾ ഒരു ചങ്ങാതി ഇവിടെ വന്നിരുന്നു, ഓൻ്റെ മൂന്ത കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ അല്ല കാണിച്ചു കൊടുക്കുന്നത്. എൻ്റെ അയ്ബ് കണ്ടെത്തിയിരിക്കുന്ന കണ്ണാടിക്ക് അത് എന്നെ ഉണർത്തലല്ലാതെ മറ്റൊരാളെ മുമ്പിൽ അത് കാണിച്ചു കൊടുത്ത് അയ്ബാക്കുക എന്ന സ്വഭാവം കണ്ണാടിക്കില്ല. അതാണ് നിങ്ങൾ മുഅ്മിനീങ്ങൾ കണ്ണാടി പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, ഞാൻ ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ കുളിമുറിയിൽ പോയി ഷേവൊക്കെ ചെയ്ത് രണ്ടാമത് റെഡിയായി കണ്ണാടിയുടെ മുമ്പിൽ വന്നു. റെഡിയായി കണ്ണാടിയുടെ മുമ്പിൽ വന്നപ്പോൾ കണ്ണാടിയുടെ ഒരു നല്ല സ്വഭാവം നോക്കുക നിങ്ങൾ. നേരത്തെ കണ്ട ഫോട്ടോ ഇനി കണ്ണാടി കാണിച്ചു തരൂല. ഇപ്പൊ കണ്ണാടി എനിക്ക് കാണിച്ചു തരുന്നത് നല്ല ഫോട്ടോ ആണ്, എൻ്റെ ആ അയ്ബില്ലാത്ത നല്ലത്. നേരത്തെ ഉള്ളത് ഇങ്ങനെ കണ്ട എൻ്റെ മുമ്പ് ഇങ്ങനെയാണ്, ഇപ്പം ഈ നന്നായിട്ട് കാര്യമില്ല. അങ്ങനെ കണ്ണാടിക്ക് നേരത്തെ ഉള്ളതൊന്ന് കാണിച്ചു തന്ന് എന്നെ ഒന്ന് അയ്ബാക്കുക എന്നതല്ല, മറിച്ച് എൻ്റെ അയ്ബ് എന്നെ ഉണർത്തി
തിരിച്ച് ഞാൻ നന്നായി വന്നപ്പോൾ കണ്ണാടി കണ്ടോ, എന്ത് സന്തോഷകരമായിട്ടാണ് കണ്ണാടി കാണിച്ചു തരുന്നത്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയും തമ്മിൽ, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അയൽവക്കാരായി താമസിക്കട്ടെ, ഒരു നാട്ടിൽ താമസിക്കട്ടെ, ഒരു ജമാഅത്തിൽ താമസിക്കട്ടെ, ഏത് രൂപത്തിലും നിങ്ങൾ പരസ്പരം ഉണ്ടാകേണ്ട ഗുണം ഇതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഈ ഫ്ലക്സ് എഴുതി വെക്കുന്നവനും, നമ്മുടെ നാട്ടിൽ ഈ ചീത്ത പറഞ്ഞ് പ്രസംഗിക്കുന്നവനും, നമ്മുടെ നാട്ടിൽ ഈ ആക്ഷേപം പറഞ്ഞ് പ്രസംഗിക്കുന്നവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏത് ഹദീസിനെയാണ് അവർ വഴിപ്പെട്ടിരിക്കുന്നത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു ബിൽഡിംഗ് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം വിശ്വാസത്തിൽ യോജിപ്പുണ്ടെങ്കിൽ, നാം അഖീദയിൽ യോജിപ്പുണ്ടെങ്കിൽ, ഞങ്ങളെ ആക്ഷേപിച്ചും മറ്റുമൊക്കെ നടക്കുന്ന ആളുകളോട് അഖീദയിൽ നാം തമ്മിൽ യോജിപ്പുണ്ടെങ്കിൽ, അല്ലാഹ് എന്ന വിശ്വാസത്തിൽ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന നേതൃത്വത്തിൽ, വിശുദ്ധ ഖുർആൻ എന്ന ഭരണഘടനയിൽ, കഅബ ശരീഫ് എന്ന കേന്ദ്രത്തിൽ നാം ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾ ഈ ചീത്ത പറയുന്നതിനും ഈ ഫ്ലക്സ് ആക്ഷേപമായി എഴുതി വെക്കുന്നതിനും, നിങ്ങൾ ഈ കൂക്കി വിളിച്ച് നടക്കുന്നതിനും, ഈ ആളുകളെ കൊലപാതകം നടത്തുന്നതിനും ഏത് മുത്തുനബിയുടെ ഹദീസാണ് നിങ്ങളെ മാർഗദർശനം നൽകുന്നത്? ഖുർആനിലെ ഏത് ആയത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മതത്തിൽ ജീവിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ, അബൂഹാജിയെ കൊന്നത് മുഖേന നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദീനിനെ ഇസ്സത്തുണ്ടാക്കണം എന്നാണെങ്കിൽ ആ ദീന് ഏതാണ്? ഞങ്ങളെ കുഞ്ഞംസുവിനെയും ഉദ്യനെയും കൊന്നതിൻ്റെ പേരിൽ നിങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ദീനാണെങ്കിൽ അത് ഏത് ദീനാണ്? മനഃപൂർവ്വം ഒളിഞ്ഞിരിക്കുക, ഒളിഞ്ഞിരുന്നിട്ട് ആയുധധാരികളാവുക. ആയുധധാരികളായ ആളുകൾ പെട്ടെന്ന് യാതൊരു പ്രകോപനവുമില്ലാത്ത അവസ്ഥയിൽ ആ നാട്ടിലേക്ക് ചെന്നിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാർക്ക് മുമ്പിൽ ആയുധധാരികളായി കുറച്ചാളുകൾ ചാടി വീഴുക. ചാടി വീണിട്ട് അവർ ആദ്യം ചെയ്തത് എന്താണ്? ആ രണ്ട് ചെറുപ്പക്കാരുടെ കാല് വെട്ടിമുറിക്കുകയാണ് ചെയ്തത്. ആദ്യം ചെയ്തത് കാല് വെട്ടിമുറിക്കുകയാണ് ചെയ്തത്. ഓ പ്രിയപ്പെട്ടവരെ, കാല് വെട്ടി മുറിക്കപ്പെട്ട, കാലിങ്ങനെ മുറിച്ചിരിക്കുന്ന കാലിങ്ങനെ ആടിക്കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ കാല് മുറിച്ചിരിക്കുന്ന സഹോദരന്മാർ അവരിനി അങ്ങോട്ടും ഓടി രക്ഷപ്പെടരുത്, അവരെ കൊല്ലണം എന്ന നേരത്തെയുള്ള പ്ലാനും പദ്ധതിയും അനുസരിച്ച് കൊലപാതകത്തിന് ആദ്യം അവർക്ക് വേറെ എവിടെയെങ്കിലും വെട്ടുകിട്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടെങ്കിലോ എന്ന് മനസ്സിലാക്കി രണ്ടുപേരെയും വെട്ടിമുറിച്ചത് ആദ്യം കാലാണ്. ഈ കൊലപാതകം നടത്തിയിട്ട് ഏത് ദീൻ സംരക്ഷിക്കാനാണ് നിങ്ങൾക്ക് പ്ലാനുള്ളത്? ഏത് ദീൻ സംരക്ഷിക്കാനാണ് നിങ്ങൾക്ക് പ്ലാനുള്ളത്? അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയത്ത് എന്താണ്? ഹദീസ് എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ ചരിത്രത്തിന്റെ പിമ്പലം ഏതാണ്? നിങ്ങൾക്കിതിന് പ്രചോദനം നൽകുന്ന സംഭവം ഏതാണ് ഞങ്ങൾ ചോദിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാമൊക്കെ മുസ്ലിമീങ്ങളല്ലേ? നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതില്ലേ? ഞാൻ ഈ കൊലപാതകത്തിന് മുതിർന്നിരിക്കുന്ന അബൂഹാജിയുടെ നേർക്ക് കൈയോങ്ങിയിരിക്കുന്ന ആ മാന്യ സഹോദരന്മാർ ആരായിരുന്നാലും നിങ്ങൾക്ക് മരിച്ചു പോകണ്ടയോ? നിങ്ങൾക്ക് ഖബറിൽ വിശ്വാസമില്ലയോ? നിങ്ങൾക്ക് മഹ്ശറിൽ വിശ്വാസമില്ലയോ? നിങ്ങൾക്ക് മീസാൻ എന്ന തുലാസിൽ വിശ്വാസമില്ലയോ? കുഞ്ഞംസുവിനെയും നൂറുദ്ദീനെയും കൊലപാതകം ചെയ്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ വരണമെന്ന വിചാരമില്ലയോ? നിങ്ങൾ ഏത് അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ഏത് റസൂലുള്ളാഹിയാണ് വിശ്വസിക്കുന്നത്? ഏത് ദീൻ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ഈ കൊലപാതകം നടത്തുന്നത്? അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിരിക്കുന്ന ഏത് ആശയത്തിലാണ് നിങ്ങൾ ഈ ദീനി പ്രചരണം നടത്തുന്നത്? മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, അള്ളാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാവണം. ഞാൻ ശംസുൽ ഉലമയുടെ അടുക്കൽ 4 വർഷം അദ്ദേഹത്തിന്റെ കൂടെ മുതഅല്ലിമായി താമസിച്ചതാണ്. 3 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഖാദിമായി പ്രവർത്തിച്ചതാണ്. ശംസുൽ ഉലമ ഹയാത്തുള്ളപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹത്തെ പറ്റി അറിയുകയോ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകൾ ശംസുൽ ഉലമയുടെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശംസുൽ ഉലമ ഈ കൊലപാതകത്തിനാണോ നിങ്ങളെ പഠിപ്പിച്ചത്? ആ ശംസുൽ ഉലമ ഈ ചീത്ത വിളിക്കാനാണോ പഠിപ്പിച്ചത്? ആ ശംസുൽ ഉലമ ഈ കൂക്കി വിളിക്കാണോ പഠിപ്പിച്ചത്? ആ ശംസുൽ ഉലമ ആയുധമെടുക്കാനാണോ പഠിപ്പിച്ചത്? ശംസുൽ ഉലമയുടെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഫ്ലക്സുകൾ ഇവിടെയൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കുമായിരുന്നില്ല.
ബഹുമാനപ്പെട്ടവരുടെ മുഖത്തേക്ക് ധാരാളമായി ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ആ ഫ്ലക്സിലേക്ക് മഴയത്തും അതുപോലെ തന്നെ വണ്ടികൾ പോകുമ്പോഴും ധാരാളം ചളി തെറിച്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ശംസുൽ ഉലമ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഓകുപാലത്തിൻ്റെ ഒരു ഓകുപാലത്തിന് ചുവട്ടിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നു ശംസുൽ ഉലമയെ. ഇതാണോ ശംസുൽ ഉലമയുടെ ബഹുമാനം? ഇതാണോ പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട ബഹുമാനം? ശംസുൽ ഉലമയുടെയും അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെയും എന്ന് വേണ്ട, ഇവർക്ക് ഓർമ്മയുള്ള എല്ലാവരുടെയും തല പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ തലകളെല്ലാം കൂടി വെച്ചിട്ടുള്ള ആ ഫ്ലക്സ് മാലിന്യത്തിന്റെ കൂമ്പാരത്തിൽ കിടക്കുന്നു. ഇതാണോ ബഹുമാനം? ആരാണ് നിങ്ങൾക്ക് ഈ ദീൻ പഠിപ്പിച്ചു തന്നത്? ആരാണ് നിങ്ങൾക്ക് ഈ ദീൻ പഠിപ്പിച്ചു തന്നത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ദീൻ കിട്ടിയത്? അതിന്റെ പുറകിൽ കൂടിയിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മരിച്ചു പോകണ്ടയോ മുഅ്മിനീങ്ങളെ? അള്ളാഹുവിന്റെ ഹിസാബിനെ നേരിടേണ്ടയോ? നമുക്ക് ഖബറാകുന്നൊരു ജീവിതം വരാനില്ലേ? നമുക്ക് നാം പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണെങ്കിൽ ദീനിന്റെ ഒരു മാർഗം നാം സ്വീകരിക്കേണ്ടതില്ലേ? നാനാജാതി മതസ്ഥർ കൂടിയിരിക്കുന്ന നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമായി ഏകദേശം 3000-ഓളം വരുന്ന പള്ളികൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തെ പടുത്തുയർത്തിയിട്ടുണ്ട്. 14 പള്ളികൾ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമുണ്ട്. മുമ്പൊക്കെ നമ്മൾ കോഴിക്കോട് പോയാൽ പഴയ കാലത്ത് സുന്നികൾ സ്ഥാപിച്ച പള്ളിയാണ് മുഹീദ്ദീൻ പള്ളി. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ സ്ഥാപിച്ചു എന്നത് തന്നെ അത് സുന്നികൾ സ്ഥാപിച്ചതാണ് എന്നതിന്റെ തെളിവാണ്. ആ മുഹീദ്ദീൻ പള്ളിയിൽ അത് വിദഈ കക്ഷിക്കാർ അത് കൈവശപ്പെടുത്തി. അവർ അതിന് കുബുദ്ധികൾ ആലോചിച്ച് കൈവശപ്പെടുത്തി. അക്കാലത്ത് അന്ന് സുന്നികളെയൊക്കെ മയക്കുവടി വെച്ച് കിടത്തിയിരുന്ന കാലഘട്ടമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒരു സ്വാഗതാർഹമായ പിളർപ്പ് ഉണ്ടായപ്പോഴാണ് അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചത്. വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു പിളർപ്പ് അള്ളാഹുവിന്റെ ദീനിന്റെ ഇസ്സത്തിന് വേണ്ടി അള്ളാഹു വെച്ചത് നടന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആ മുഹീദ്ദീൻ പള്ളിയിൽ പണ്ട് നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കോഴിക്കോട് ടൗണിലെത്തിയാൽ നിസ്കരിക്കാൻ നമുക്ക് പള്ളിയില്ല. പട്ടാളപ്പള്ളി അത് വഹാബിയുടെ കയ്യിൽ, മുഹീദ്ദീൻ പള്ളി അത് മുജാഹിദിന്റെ കയ്യിൽ. നമുക്കൊരു ജുമുഅക്ക് കൂടാൻ എത്ര പ്രയാസപ്പെട്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്ഥാനത്ത് ഇന്ന് കോഴിക്കോട് പട്ടണത്തിന്റെ, കോഴിക്കോട് ടൗണിലെ കോർപ്പറേഷന്റെ പരിധിയിൽ മാത്രം കാന്തപുരം ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട നേതൃത്വത്തിൽ സ്ഥാപിച്ച 14 പള്ളികൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം മഞ്ചേരി ടൗണിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളി, അൽഹംദുലില്ലാ, നമ്മുടെ പള്ളികൾ വന്നപ്പോൾ അവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് വർദ്ധിക്കുകയാണ്. ഇപ്പൊ മഞ്ചേരി അങ്ങാടിയിലൊന്നും കച്ചവടക്കാർ പീടിയ ജുമാക്ക് പൂട്ടലില്ല. ഒരു പീടിയിൽ 4 ആൾ, 2 ആൾ നമ്മളെ പള്ളിക്ക് ജുമാക്ക് വരിക. അവിടുന്ന് ജുമയൊക്കെ കൂടി കഴിഞ്ഞു പോയിട്ട് പോകാൻ പീടിയിലെത്തിയിട്ട് പിന്നെ മറ്റേ പള്ളിക്കൊക്കെ പിന്നെ മറ്റേ 2 ആൾക്ക് പോയാൽ മതി. കാരണം അവിടെ എന്നാലും ഏത് തീർന്നിട്ടുണ്ടാവില്ല, പ്രസംഗം തീർന്നിട്ടുണ്ടാവില്ല. സുബ്ഹാന ജല്ല ജലാലു. വെള്ളിയാഴ്ച ജുമഅക്ക് വന്നിരിക്കുന്ന ജനങ്ങളെ ഇരുത്തിയിട്ട് പ്രസംഗിക്കാം. എന്തെങ്കിലും പ്രസംഗം അങ്ങനെ ചില ദിവസം 1 മണിക്കൂർ പ്രസംഗം, ചില ദിവസം അരമണിക്കൂർ പ്രസംഗം, ചില ദിവസം 3/4 മണിക്കൂർ പ്രസംഗം. ഞാൻ ഒരു പ്രാവശ്യം ഓടി ജുമഅക്കത്തെട്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്ത് കുറേ ആൾ കൂടി നിൽക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ പുറത്ത് നിൽക്കണോ ചോദിച്ചു. ഇവിടെ പള്ളിൻ്റെ ഉള്ളിൽ മോര്യാരെ ലാത്തി ചാർജാണ്, അത് കയ്യട്ട് എഴുതിയിട്ട് കാത്തിക്കുകയാണ്. ആ പ്രസംഗത്തെ അവർ ആ രൂപത്തിലാണ് അതിനെ പിന്നെ ഉദാഹരിച്ചത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആർക്കും ആവശ്യമില്ലാത്ത നീട്ടി വലിച്ച പ്രസംഗം അങ്ങനെ നടക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ആളുകൾക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി മഞ്ചേരിയിൽ വന്നപ്പോൾ, നിലമ്പൂരിൽ വന്നപ്പോൾ, കോട്ടക്കൽ വന്നപ്പോൾ, മലപ്പുറത്ത് വന്നപ്പോൾ, എന്ന് വേണ്ട കൊണ്ടോട്ടിയിൽ വന്നപ്പോൾ, ഇതെല്ലാം അമ്പരച്ചുംബിയായ പള്ളികൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങളിൽ അഹ്ലുസുന്നയുടെ പള്ളി, ആ പള്ളികളിലെല്ലാം ജുമഅക്ക് വാങ്ക് വിളിച്ചാൽ 2 റക്അത്ത് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. ഉടനെ മിമ്പറിൽ ഖുതുബ തുടങ്ങുന്നു, നിസ്കാരം നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കത്തുൽ മുക്കറമയിൽ 2 വാങ്ക്,
അറബിയിൽ ഖുത്ബ, പുരുഷന്മാർ മാത്രമുള്ള ജുമുഅ. ഇത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ മക്കയിലെ പോലെ, മദീനയിലെ പോലെ, ബൈത്തുൽ മുഖദ്ദസിലെ പോലെ ആരാധനകൾ നിർവഹിക്കുന്നതിന് സൗകര്യപ്രദമായ പള്ളി, ആ പള്ളി കണ്ടോ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. കണ്ട നിങ്ങൾ, എത്ര മനോഹരമായിരിക്കുന്ന പള്ളി. അൽഹംദുലില്ലാ. കാന്തപുരം ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വാക്ക് പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഈ പള്ളി എടുത്തിരിക്കുന്ന അറബി സഹോദരനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഈ പള്ളിയുടെ മുകളിലേക്ക് ഒരു നില എടുത്തു തരുന്ന കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും എന്നൊരു വാക്ക് ഉസ്താദിന്റെ നാവിൽ നിന്ന് വെറുതെ ഒരു വാക്ക് വന്നതാണ്. അത് അറബി സഹോദരൻ ഏറ്റുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതിന്റെ മുകളിലേക്ക് ഞാൻ എടുത്തു തരാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇങ്ങനെ ശൈഖുനയുടെ വാക്കിന് ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന വിലയാണ്. അതിൽ അസൂയക്കാരെ, നിങ്ങൾക്ക് അസൂയപ്പെട്ട് മരിച്ചു പോകാമെന്നല്ലാതെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇസ്സത്ത് ഇനിയും എത്രയോ ഉയരുകയേ ചെയ്യുകയുള്ളൂ. ഖുർആൻ ചില ആൾക്കാരോട് മൂത്തൂബി വയലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പുളിയെറുമ്പിന്റെ ഒരു സ്വഭാവം ഉണ്ട്, അങ്ങനെ കടിച്ചാണ് ചാകരാണ്. ആ രൂപത്തിൽ കുറെ ആളുകളെ അല്ലാഹു തആല പടച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞു, ആ പള്ളിയുടെ മുകളിലേക്ക് ഒരു നില എടുക്കുന്ന കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കും. അത് ഉസ്താദിന്റെ വാക്കിന് ലോകം കൽപ്പിക്കുന്ന വിലയാണ്, മുഅ്മിനീങ്ങൾ നൽകുന്ന വിലയാണ്, ആ അറബി സഹോദരന്മാർ നൽകുന്ന വിലയാണ്. കണ്ട നിങ്ങൾ, ഈ മഞ്ഞപ്പറ്റ ഈ മലന്റെ മുകളിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഞാനിവിടെ പലപ്പോഴും 2-3 തവണയൊക്കെ അറബികളെ കൊണ്ടുവന്ന് ഉസ്താദ് അറിഞ്ഞും അറിയാതെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഒഴിഞ്ഞ സ്ഥലം ഇങ്ങനെ കണ്ടപ്പോൾ പല അറബികൾക്കും ഇവിടെ പള്ളിയെടുത്താൽ ആരാ നിസ്കരിക്കാനുണ്ടാകുക എന്നുള്ള രീതിയിൽ അത്രയും ഒഴിഞ്ഞ സ്ഥലമായിരുന്നല്ലോ. ഈ അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നു, പള്ളിക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എന്നോട് അറബി ചോദിച്ചു, മസ്ജിദ് അനിഫി ഫൗക്കൽ ജബൽ, മലന്റെ മുകളിൽ പോയി പള്ളി എടുത്തിട്ട് ആര് നിസ്കരിക്കാനാണ് അബ്ദുറഹ്മാനെ എന്ന് ചോദിച്ചു എന്നോട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ ഈ മല മുകളിൽ കണ്ട ഇത്തരം മനോഹരമായിരിക്കുന്ന ഒരു പള്ളി നമുക്കിവിടെ ലഭിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എത്രയാണ് പള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളി. ഇത്രയധികം പള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട മാലിക് ദീനാർ വന്നിരിക്കുന്ന കേരളം, ഹബീബ് ഇബ്നു മാലിക് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കേരളം, ഉമർ ഖാലി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കേരളം, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കേരളം, മമ്പുറം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കേരളം, ജിഫ്രി സാദാത്തികൾ ജീവിച്ചിരിക്കുന്ന കേരളം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കേരളം, ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കേരളം. മലയാളത്തിന് ആ ഇ ഉ അറ ഇറ ഉറ എന്ന് അക്ഷരമാലകൾ മലയാളത്തിന് കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ അറബി മലയാള ലിപി ഉണ്ടാക്കിയിട്ട് ആ അറബി മലയാളത്തിൽ മുഹീദ്ദീൻമാരെ രചിച്ചുകൊണ്ട് ലോകത്തിന് ഇസ്ലാമിന്റെ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുത്ത ഖാലി മുഹമ്മദ് അവർകൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കേരളം, മടവൂർ ശൈഖുന ജീവിച്ചിരിക്കുന്ന കേരളം, ആയിരക്കണക്കിന് ഉലമാക്കൾക്ക് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ് ജീവിച്ച കേരളം, ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാരി ജീവിച്ചിരിക്കുന്ന കേരളം, ഈ ആയിരക്കണക്കല്ല ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ ജീവിച്ച കേരളത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല. കേരളത്തിൽ കൊച്ചിയിൽ ഒരു, തിരുവനന്തപുരത്ത് ഒരു എയർപോർട്ട്, നെടുമ്പാശ്ശേരി ഒരു എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ട്, ഇനി കണ്ണൂരിലെ എയർപോർട്ട്. ലോകത്ത് നിന്ന് ആളുകൾ ഇവിടെ വരുമ്പോൾ ഇത്രയധികം ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ആ ചരിത്രത്തോട് യോജിക്കുന്ന രീതിയിൽ എല്ലാവർക്കും കാഴ്ചയായി, മുസ്ലിമീങ്ങൾക്കൊരു ഇസ്സത്തായി ഒരു വലിയ പള്ളി ഉണ്ടാക്കാൻ AP ഉസ്താദ് തീരുമാനിച്ചിട്ടുണ്ടോ അത് നടക്കും ഇൻഷാ അല്ലാഹ്. എവിടെ വാങ്ങു കൊടുക്കുമ്പോൾ അറിയാം എവിടെയാണ്, അപ്പം നിക്കരിച്ചാനാണ് പോയാൽ മതി. വേറെ ഒരു കാര്യം ഞങ്ങൾക്ക് എതിരാളികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആകെ ശീലിച്ചിരിക്കുന്നത് ഏത് മാത്രമേ ഉള്ളൂ? നശീകരണങ്ങൾ മാത്രം. നിങ്ങൾക്കും അല്ലാഹ് ദീർഘായുസ്സ് തരട്ടെ. ഞങ്ങൾ സാന്ത്വനത്തിൻ്റെ ആൾക്കാർ അബുഹാജിനെ ആക്രമിച്ചിരിക്കുന്ന ആൾക്കാർ ഞങ്ങളെ തിരിച്ചു ആക്രമിച്ചു. ബഹുമാനപ്പെട്ട 2 ആളുകളെ കൊല ചെയ്തിട്ട് ഓല് പോയിട്ട് കൊലയാളികളും പോയി അഡ്മിറ്റ് ചെയ്തു. മരിച്ചോല് ഞങ്ങളെ കാട്ടിയിരിക്കുന്നുണ്ട്.
നമ്മളെന്ത് ചെയ്തു? ഓർക്കും മുറിയിൽ മരുന്ന് വെച്ചു കൊടുത്തു. കാരണം നമ്മളെ സാന്ത്വനത്തിൻ്റെ കുട്ടികൾ അവിടെയൊക്കെ വളണ്ടിയർമാരല്ലേ, സാന്ത്വനത്തിൻ്റെ വളണ്ടിയർമാർ അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ SYSന്റെ സാന്ത്വനം വോളണ്ടിയേഴ്സ് ചെയ്യുന്ന സേവനങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പ്രസ്ഥാനത്തിന് ശൈഖുന കാന്തപുരം ഉസ്താദ് നൽകിയിരിക്കുന്ന ആശീർവാദവും അംഗീകാരവും ട്രെയിനിങ്ങും എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഹോസ്പിറ്റൽ പറയുന്നില്ല, അത് വേറെ ചില വിഷമങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഒരു ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ, ഒരു മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ മയ്യത്ത് സൂക്ഷിക്കാൻ വേണ്ടി വെച്ചു. മോർച്ചറിയിൽ മയ്യത്ത് വെച്ചിട്ട് ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞിങ്ങോട്ട് പോരുമ്പോൾ മോർച്ചറിയുടെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ആ മോർച്ചറിയിലേക്കുള്ള വൈദ്യുതി ഓൺ ചെയ്യാൻ മറന്നുപോയി. മോർച്ചറിയിലേക്കുള്ള കരണ്ട് ഓൺ ചെയ്യാൻ മറന്നുപോയി അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, വൈദ്യുതി ഇല്ലാതെ മോർച്ചറിയിൽ മയ്യത്ത് കിടന്നു. 3 ദിവസം കഴിഞ്ഞ് സമയമായപ്പോൾ ആ മയ്യത്ത് എടുക്കുന്നതിന് വേണ്ടി കുടുംബങ്ങളും മോർച്ചറിയുടെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനും കൂടി ചെന്നപ്പോൾ എന്താണ്, വാതിൽ തുറന്നു നോക്കുമ്പോൾ കരണ്ട് ഓൺ ചെയ്യാൻ മറന്നുപോയതിന്റെ പേരിൽ ആ മയ്യത്ത് അതിൽ കിടന്ന് ജീർണിച്ചിരിക്കുന്നു. പുഴുക്കൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാറിയിട്ട് അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ മറ്റുള്ളവരുമൊക്കെ ഈ ശവം ഇനി എങ്ങനെ, ഈ ജനാസ ഇനി എങ്ങനെ നമ്മൾ സംസ്കരിക്കുമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ അവിടെ സാന്ത്വനം വളണ്ടിയേഴ്സ് ഉണ്ട്. കാന്തപുരത്തിന്റെ കുട്ടികളുണ്ടായിരുന്നു അവിടെ, SYSന്റെ പ്രവർത്തകരുണ്ടായിരുന്നു അവിടെ, SSFന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. ആ സാന്ത്വനം വളണ്ടിയേഴ്സ് ഉടനെ അങ്ങോട്ട് ചെന്നു. അവർ ശരിക്ക് മൂക്കും ചെവിയും കൂട്ടി കെട്ടിയിട്ട് സുബ്ഹാന ജല്ല ജലാലു, മയ്യത്ത് ഈ രൂപത്തിൽ ജീർണിച്ചാൽ അത് കുളിപ്പിക്കേണ്ടതും അത് കഫം ചെയ്യേണ്ടതും അത് സംസ്കരിക്കേണ്ടതും എങ്ങനെയെന്ന് കാന്തപുരം ഉസ്താദിൽ നിന്നും ആലിമീങ്ങളിൽ നിന്നും പഠിച്ച കുട്ടികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരങ്ങോട്ട് സാന്ത്വനം വളണ്ടിയേഴ്സ് ചെയ്യുന്നു. മൂക്ക് അടക്കി കെട്ടിയിട്ട് അവർ ആ മോർച്ചറിയിൽ നിന്ന് മയ്യത്തിൽ നിന്ന് ആ പുഴുക്കളൊക്കെ നീക്കി ആ മയ്യത്ത് ശരിക്ക് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് കഫം ചെയ്ത് റെഡിയാക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ ശരീരത്തിലൂടെ പുഴു ഇങ്ങനെ അരിക്കുന്നുണ്ടായിരുന്നു. ആ മയ്യത്ത് കൊഴുപ്പിച്ച് ശുദ്ധിയാക്കുന്ന സമയത്ത് ആ പ്രവർത്തകന്മാരുടെ ശരീരത്തിലേക്ക് പുഴുക്കൾ കയറിയിട്ട് അവരതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവരെ ശരീരത്തിൽ ഇങ്ങനെ പുഴു അരിക്കുന്നുണ്ടായിരുന്നു. ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രൂപത്തിൽ സേവനം ചെയ്യാൻ അതാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഫ്ലക്സിൽ എഴുതി വെച്ചതല്ല കാണേണ്ടത്. ഇവിടെ കാന്തപുരം ഉസ്താദ് വന്നില്ലേ? എത്ര മണിക്കൂറായി മഗ്‌രിബ് നിസ്കാരത്തിന് എത്തിയിരിക്കുന്ന ഉസ്താദ് ഇവിടെ 9 മണി വരെ സമയം ഇവിടെ ചെലവഴിച്ചു. 6, 7, 8, 9 ഏകദേശം 3.5-4 മണിക്കൂർ ഇവിടെ സമയം ചെലവഴിച്ചപ്പോൾ ഇത്രയും വരുന്ന ജനാവലി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു വാക്ക് ആരെയെങ്കിലും വേദനിപ്പിക്കുന്നത് ഉസ്താദ് പറഞ്ഞോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഓർത്തു നോക്കൂ, ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞോ? അദ്ദേഹം ഒരു പിതാവിനെ പോലെ, ഒരു വല്ലിപ്പയെ പോലെ, ഈ കാണുന്ന ആളുകളൊക്കെ ഇവിടെ നടക്കുന്ന സ്ഥാപനത്തിലെ കുട്ടികളെ ഭക്ഷണം മറ്റത് ആരാണ് ഒരു ചാക്ക് അരി തരിക, ആരാണ് പഞ്ചസാര തരിക, ആരാണ് മൈദ തരിക എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന സേവനം കണ്ടില്ലയോ? ഓ പ്രിയപ്പെട്ട ഞങ്ങളെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, സഹോദര സമുദായത്തിലെ ജനങ്ങളെ, ഞങ്ങൾ എന്താണ് ഈ രാജ്യത്ത് ചെയ്തത്? കാന്തപുരം ഉസ്താദ് എന്താണ് ഈ രാജ്യത്ത് നേതൃത്വം നൽകിയത്? നിങ്ങളെ നാട്ടിലെ അനുഭവം ഓർക്കുന്നില്ലേ? ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ നേതൃത്വത്തിൽ 60 കിണറുകൾ ഇവിടെ കുഴിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ നേതൃത്വം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. ഈ പള്ളി ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഹംസ ഉസ്താദായാലും ഞാനായാലും ഞങ്ങൾ ആരായാലും എവിടെ പോയാലും, ഒമാനിൽ പോയാലും സൗദിയിൽ പോയാലും കുവൈത്തിൽ പോയാലും ദുബൈയിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഞങ്ങൾ മിൻ തറഫ് ഷെയ്ഖ് അബൂബക്കർ, ഞങ്ങൾ ഷെയ്ഖ് അബൂബക്കറിന്റെ ആ ജാനിബിൽ നിന്ന്, ആ സംഘടനയുടെ ആ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റിയാദിനപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയി, പഴയ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അൽ ഹസയുടെ ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു തുർക്കി കോട്ടയുണ്ട്. ആ തുർക്കി കോട്ടയോട് ചേർന്ന് ഒരു പഴയ പള്ളി. ആ പഴയ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നിസ്കരിക്കാൻ വരുന്ന അറബികളൊക്കെ പഴയ രീതിയിൽ, എങ്ങനെ അറബികളുടെ തട്ടം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിന് പുറമെ അവരൊരു തലപ്പാവും വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അഴിക്കാൽ ആ വട്ടിങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ വെള്ളയാണ്, അവരതൊക്കെ കറുത്തതല്ല.
അങ്ങനെ ഒരു പ്രത്യേകം പഴമക്കാരായ അറബികൾ, ആ പഴമക്കാരായ അറബികൾ ജുമഅക്ക് കൂടുന്ന ആ പള്ളിയിൽ വിനീതനായ ഞാൻ ജുമഅക്ക് കൂടിയപ്പോൾ അവിടെ ഒരു 90 വയസ്സിന് മുകളിലുള്ള ഒരു പ്രായം ചെന്ന മഹാൻ, അദ്ദേഹം ജുമഅക്ക് വരുന്ന വഴിയിൽ സഊദികളായ അറബികൾ വെള്ളത്തിന്റെ പാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം വരുന്ന വഴിക്ക് ഇങ്ങനെ ഊതിക്കൊടുക്കുന്നു ഓരോ ആളുകളെയും വെള്ളത്തിലേക്ക്. അങ്ങനെ അദ്ദേഹം വന്ന് ഇമാമിന്റെ വലഭാഗത്ത് അവിടെ ഇരുന്ന് ജുമഅ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു മലയാളി സ്നേഹിതൻ മുഖേന ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു, മലബാറിൽ നിന്ന് വരികയാണോ എന്ന്. ഇന്ത്യയിൽ നിന്ന് വരികയാണോ എന്നല്ല ചോദിച്ചത്, മലബാറിൽ നിന്നാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മലബാറിൽ നിന്ന് വരികയാണ്, ആന തിൽമീദ് ഷെയ്ഖ് അബൂബക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദിൻ്റെ ആ ശിഷ്യഗണങ്ങളിൽപ്പെട്ട, ആ ജമാഅത്തിൽപ്പെട്ട, ആ സംഘടനയിൽപ്പെട്ട ആളാണെന്ന് പറയുന്നതോടുകൂടെ 90 വയസ്സായിരിക്കുന്ന ആ മഹാൻ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. AP ഉസ്താദിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എന്നെ പൊത്തിപ്പിടിച്ച് ചുംബിച്ചപ്പോൾ അത് ഉസ്താദായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ബഹുമാനം എത്രയായിരിക്കും ജനങ്ങളെ. ഇതാണ് ഒമാനിലും യമനിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ബഹുമാനപ്പെട്ട ഉസ്താദിന് ലോക പണ്ഡിതന്മാർ, ഔലിയാക്കൾ, മഹാന്മാർ നൽകുന്ന ബഹുമാനം. അല്ലാഹുവേ, നീ ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കത്തുൽ മുക്കറമയിൽ ഹജ്ജിന് പോകുന്ന വേളയിലൊക്കെ കഅബ ഷരീഫിൻ്റെ ഏകദേശം അടുത്ത് താമസിക്കുന്ന ബഹുമാനപ്പെട്ട മാലിക്കി കുടുംബത്തിൻ്റെ തറവാട് വീടുണ്ട്. സയ്യിദ് അലവി മാലിക്കി, മുഹമ്മദ് മാലിക്കി, അവരുടെയൊക്കെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഇപ്പോൾ ആ കുടുംബത്തിൽ കാരണവരായി ജീവിച്ചിരിക്കുന്ന അബ്ബാസ് മാലിക്കി, അവരെ രോഗത്തിന് അല്ലാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. ആ മാലിക്കി കുടുംബത്തിൽപ്പെട്ട മഹാന്മാർ അവർ നേരത്തെ കഅബ ഷരീഫിലെ ദർസ് നടത്തുന്ന മുദർരിസീങ്ങളെ പരമ്പരയാണ്. ആ മാലിക്കിയുടെ വീട്ടിൽ ഹജ്ജിന് വരുന്ന ലോക രാഷ്ട്രങ്ങളെ പണ്ഡിതന്മാർക്ക് മാത്രം ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കും. ആ വിരുന്ന് സൽക്കാരത്തിൽ 3-4 തവണ ഉസ്താദിൻ്റെ കൂടെ ആ വിരുന്ന് സൽക്കാരത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഉസ്താദിൻ്റെ കൂടെ ആ സൽക്കാരത്തിലേക്ക്. ഒരു പ്രാവശ്യം ഞങ്ങൾ സൽക്കാരത്തിലേക്ക് ചെല്ലുമ്പോൾ മുഹമ്മദ് മാലിക്കിയുള്ള കാലഘട്ടമാണ്. അദ്ദേഹം അടക്കമുള്ള എല്ലാവരും ഉണ്ട്. ബഹുമാനപ്പെട്ട മാലിക്കി അവർകൾ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു സീറ്റ് റെഡിയായി നിൽക്കുന്നുണ്ട്. ആരും ആ സീറ്റിലേക്ക് കയറിയിരിക്കുന്നത്. അന്ന് ആ സഭയിൽ മുഹമ്മദ് അബ്ദു യമാനിയുണ്ട് റഹ്മഹുല്ലാ. അദ്ദേഹം മരണപ്പെട്ടു, അല്ലാഹു ഖൈർ കൊടുക്കുമാറാവട്ടെ. മുഹമ്മദ് അബ്ദു യമാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദീനി ദഅവത്തിന് വേണ്ടി സ്വന്തം ഒരു ചാനൽ പ്രവർത്തിച്ചിരുന്ന വലിയ പണക്കാരനാണ്. സൗദിയിലെ ഭൂഗർഭ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണ്. അദ്ദേഹം ലോക പണ്ഡിതനാണ്. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ടല്ലോ. ആ ഗ്രന്ഥം 20 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥം അത് വേൾഡിലെ ഏത് മാർക്കറ്റിലും ചൂടപ്പം പോലെ പണ്ഡിതന്മാർ മുഅ്മിനീങ്ങൾ വാങ്ങുന്ന ഗ്രന്ഥം. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദു അമാനിയുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ മുഹമ്മദ് അലി സാബൂനി അടക്കമുള്ള വലിയ സൗദി മറ്റ് പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഇന്തോനേഷ്യയിലെ, മലേഷ്യയിലെ ഒക്കെ പണ്ഡിതന്മാർ അവരൊക്കെ ഉണ്ടായിട്ടും മാലിക്കയുടെ തൊട്ടടുത്ത് ഒരു സീറ്റ് ആരും ഇരിക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ സഭ ഒട്ടാകെ എഴുന്നേറ്റു. ബഹുമാനപ്പെട്ട മാലിക്കി ഇരിക്കുന്നിടത്ത് കുറച്ച് മുന്നോട്ട് വന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കൈപിടിച്ച് നെറ്റിയിൽ ഒന്ന് ചുംബിച്ച് ബഹുമാനപ്പെട്ടവരുടെ വലഭാഗത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ബഹുമാനപ്പെട്ട മാലിക്കി ഉസ്താദിനെ സഭയ്ക്ക് പരിചയപ്പെടുത്തി. ഹാദ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് ഹു റഈസ് ജംഇയ്യത്തുൽ ഉലമാ ഫിൽ ഹിന്ദ് ബൽ ഫിൽ ആലം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ വന്നിരിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരുടെ നേതാവായ അവിടുത്തെ പണ്ഡിത സഭയുടെ അധ്യക്ഷനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദാണ്. അദ്ദേഹം ഇന്ത്യക്ക് മാത്രമല്ല ലോക പണ്ഡിതന്മാർക്ക് മുമ്പിൽ ഒരു മഹാനാണ് എന്ന് മാലിക്കി ആ പണ്ഡിത സഭക്ക് ഉസ്താദിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പം ചില ആൾക്കാർക്ക് ഉണ്ടാവും. അതന്നെ ഖുർആൻ പറഞ്ഞത് മൂത്തൂബി വൈലിക്കും.
അല്ലേ? ഇബലും ഒക്കെ പോകലുണ്ട് ദുബായിലും ബാക്കിയുള്ളടത്തും ഒക്കെ. എന്നാളിപ്പോൾ ഏതോ ഒരു മോലിയാർ തുണിയും കുപ്പായൊക്കെ മാറ്റി, മറ്റേ ഗ്രൂപ്പേ ആളെ ഞാൻ പറയണില്ല, തുണിയും കുപ്പായൊക്കെ മാറ്റി ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഒരു കാന്തവരാന്നൊക്കെ തോന്നണില്ലേ എന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബി കണ്ണുകൾ, അല്ലാഹു റബ്ബി. പക്ഷേ സാധുക്കൾ ഓല് കുടുങ്ങിക്കണം കേട്ടോ. അപ്പം ഓല് കുടുങ്ങിക്കണം. എന്താണെന്നറിയാം നിങ്ങൾ? ഇപ്പം ചെറിയൊരു കുടുക്കുണ്ട്. മറ്റേ ഗ്രൂപ്പിൽപ്പെട്ടൊരു മോലിയാർ നല്ല തെളിഞ്ഞ ഒരു തുണിയും കുപ്പായം നല്ലൊരു തലീക്കെട്ടും കെട്ടിയാൽ ഓലോടെ തന്നെ ഓരോ ആൾക്കാർ ചോദിക്കുക, എയ്യും കൂടിയോ ഏപ്പിൻ്റെ ഒപ്പം? അപ്പോൾ കണ്ടങ്ങൾ നല്ലൊരു തലീക്കെട്ടും കുപ്പായമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരാൾ നിന്ന, ഒരു മോലിയാർ നിന്ന, അതൊരു AP ഗ്രൂപ്പാണെന്നുള്ളത് ജനം വിധി എഴുതി. അപ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റവർക്ക് ഉണ്ടാവും. എന്നാളിപ്പം നമ്മളെ കുറച്ച് കുട്ടികളൊക്കെ പാടാൻ മറ്റേ ഗ്രൂപ്പിൻ്റെ ഒരു കൂടിങ്ങാണ്ട് എന്ത് ചെയ്തു, ഒരു ബുർദയാണ് ചൊല്ലി. ആ ബുർദ ഇങ്ങനെ ചൊല്ലിയപ്പോൾ ഒരു കുട്ടിയായിരുന്നു കുറച്ച് ഈണത്തിൽ ഇങ്ങനെ ചൊല്ലിയപ്പോൾ ആൾക്കാരൊക്കെ ഏപ്പിക്കാരെ ബുർദ അപ്പം നമ്മളും ഏറ്റെടുത്തു. നല്ലൊരു ബുർദ ഞങ്ങൾക്ക് ചൊല്ലിക്കൂടെ, അപ്പാത്തിനത് ഏപ്പിക്കാരുത്. നല്ലൊരു തുണിയും കുപ്പായിട്ടെടുത്താൽ അപ്പാത്തിനത് എന്തായി, അത് ഏപ്പിക്കാരുത്. അപ്പം ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ അപ്പം അതിൽ നമ്മളെന്താകണ്ട, ബേജാറാകാൻ നിൽക്കണ്ട. ഏത് സംഗതിക്കും ഹസദുൽ ഫതാ ഇദ് ലം യനാലു സഅയഹു. ഒരു മനുഷ്യനോടുള്ള വിരോധം, ഒരു മനുഷ്യനോടുള്ള വ്യക്തിവിരോധം, ആ വ്യക്തിവിരോധത്തിന് ഇളം തലമുറയിൽ നിന്നുള്ള ചെറുപ്പക്കാരായ ചെറിയ കുട്ടികളെപ്പോലും പറഞ്ഞ് പഠിപ്പിച്ച് ആ വിരോധം നിലനിർത്തി ഞാൻ എൻ്റെ യുവാക്കളെ, മക്കളെ, നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഫ്ലക്സില്ലേ, ആ ഫ്ലക്സുമായി നാളെ നിങ്ങളെ അല്ലാഹു തആല മഹ്ശറിൽ കൊണ്ടുവരും കേട്ടോ. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ആ ഫ്ലക്സും ചുമന്നുകൊണ്ട് നാളെ നിങ്ങൾ മഹ്ശറിലേക്ക് വരേണ്ടി വരും. അതിൽ യാതൊരു സംശയവും ഇല്ല. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഷഅറെ മുബാറക്കിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ എഴുത്തുകളൊക്കെ ഇല്ലേ, നാളെ മുത്തുനബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് നിങ്ങൾ വായിക്കേണ്ട ഗതികേട് വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഉപ്പമാരെ, പ്രിയപ്പെട്ട പിതാക്കളെ, നിങ്ങളെ മക്കളെ അനാവശ്യമായ വിഷയത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോ. ഹബീബായ റസൂലുള്ളാഹി, ഷഫീഉനാ റസൂലുള്ളാഹി, ഹബീബുനാ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ഷഅറെ മുബാറക്കിനെ സൂചിപ്പിച്ചുകൊണ്ട് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന തർക്കങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലിനെ ചേർത്തുകൊണ്ട് ബഹുമാനത്തിൻ്റെ വാചകങ്ങളല്ലാതെ, ആദരവിൻ്റെ വാക്കുകളല്ലാതെ, ഇഷ്കിൻ്റെ വാക്കുകളല്ലാതെ ഷഅറെ മുബാറക്കിലേക്ക് ചേർത്തുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാം, ഓ പുന്നാര നബിയേ, തങ്ങളെ ഞങ്ങൾ